ചില സമയത്ത് അവനിങ്ങനെ തന്തയില്ല സ്വഭാവമുണ്ട്. സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു ട്രിപ്പ് പോകണമെന്ന്. സോ ഫൈനലി നമ്മൾ പോയിരിക്കുകയാണ്. നമ്മൾ എവിടെയാണ് പോകണമെന്ന് പറഞ്ഞാൽ പൊന്മുടിയാണ് പോണത്. ഫ്രഷ് തലം. നമ്മൾ ആക്ച്വലി എന്തുകൊണ്ട് പൊന്മുടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഭയങ്കര മഞ്ഞെന്നാണ് ശരത്ത് പറയുന്നത്. ആക്ച്വലി നമ്മൾ ട്രിപ്പ് കുറേ മുമ്പേ പ്ലാൻ ചെയ്തതാണ്. ശരത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് സെറ്റായി നിന്നിട്ട് ഇവൻ ലേറ്റായി എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ഒട്ടും കൃത്യനിഷ്ഠാന്ന് ഒരു സംഭവം ഇല്ലാത്തൊരുത്തരാണ്. എന്ത് ചെയ്യാം, ഇന്ന് എൻ്റെ സമയം ഇപ്പം 12 ഇവൻ ഇന്ന് മൊത്തം ലേറ്റായിരുന്നു. എന്തോ പറയാനാണെന്നില്ല, ശരത്തിൻ്റെ കൊടുക്കുക ഒരു സംഭവം. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫേക്ക് ഈ വ്ളോഗ് ചെയ്യണവനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇത് പ്ലാൻ ചെയ്യണം. നമ്മൾ ആക്ച്വലി വീട്ടൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിലെങ്ങാണ്ടാണ് അല്ലേ? അപ്പം നമ്മൾ അവസാനം പൊന്മുടി പോയപ്പോൾ പറഞ്ഞാണ് നമുക്ക് മൂന്നാർ പോകാമെന്ന്. ഭയങ്കര ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞാൽ ആ മൂന്നാർ പ്ലാൻ ചെയ്ത് 1 വർഷമായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കന്യാകുമാരി പ്ലാൻ ചെയ്ത് പിന്നെ ഫേക്ക് ചെയ്ത് പറ്റിച്ച് അത് മറ്റേ 12 മണിക്ക് പോകാമെന്ന് പറഞ്ഞത് 1 മണിയായി, 2 മണിയായി, പിന്നെ 6 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോണ്ടളിയാന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ആരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് നമ്മൾ പൊന്മുടി കാണാൻ പോവുകയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ഒരു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പിൻ്റെ ഒരു വൈബ് മനസ്സിലായില്ലേ? അപ്പം നമുക്ക് പൊന്മുടിയിൽ ഈ കാറിൽ നമുക്ക് എങ്ങനെയാണ് പോകണമെന്ന് കാണിച്ചു തരാം. ആക്ച്വലി നമ്മളവിടെ 2 പേര് കൂടെ ഉണ്ട്. ഒന്ന് അജു, അടുത്ത് അഖിൽ. ഗൈസ്, അടുത്തൊരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഒരാളെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആദിത്യയാണ് ഇൻവൈറ്റ് ചെയ്തത്. ആക്ച്വലി അവൻ നേരത്തെ വരാമെന്ന് പറഞ്ഞാണ്, പിന്നെ ഇന്ന് രാവിലെ വരൂലെന്ന് പറഞ്ഞു. ഇപ്പം വരാമെന്ന് പറയുന്നു. പറയൂ. ചില സമയത്ത് അവനിങ്ങനെ തന്തയില്ല സ്വഭാവമുണ്ട്. കാര്യമാക്കണം. ഈ സാധനം എന്തായാലും ഞാൻ ഇടും. പിന്നെ ഇപ്പോഴാണ് ഇപ്പം മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വ്ളോഗിൻ്റെ ഒരു സ്റ്റൈലും നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമൊക്കെ എങ്ങനെയാണ് മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാങ്ങോട്. അവരൊരു 15 മിനിറ്റ് എന്ന് പറയുന്നു, ഞാൻ പറയുന്നു അരമണിക്കൂർ കഴിഞ്ഞ് മെറിൻ വരുള്ളൂ. നമ്മളെ മെറിവിനെത്തി. മെറിൻ വരാത്തതുകൊണ്ട് വലിയ വിഷമത്തിലായിരുന്നു. ആൻഡ് നമ്മൾ എപ്പോഴാണ് തിരിച്ചിരിക്കണം, പൊന്മുടി എത്തൂലെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നണം. കാരണം നമ്മളിപ്പോൾ സമയം എത്ര, 1 മണിയാണ് ഇപ്പോൾ സമയം. പൊന്മുടി കയറുമ്പോൾ തന്നെ ഒരു 3-4 മണിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേക്ക് ന്യൂസ് ആന ഇറങ്ങി പുലി ഇറങ്ങി പൊന്മുടിയിൽ വന്നിട്ട് തിരിച്ചിറങ്ങി നമുക്ക് ആ ഗ്യാപ്പിൽ പോയി ഇറങ്ങാം. വരേന്റെ ബുദ്ധി ചില സമയത്ത് മെറിവിനെ കുറിച്ച് വരെയും കുറച്ച് പറഞ്ഞിട്ടുണ്ടോ? നീ വ്ളോഗിൽ കാണണേ. നിന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, മെറിവിന് സമയം തരുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് മെറിവിന് വരേനെ കുറിച്ച് പറയേണ്ടതൊക്കെ പറയാം. ഓക്കെ, ബൈ. നിന്നെ സത്യം പറഞ്ഞ ആളിയാ, എനിക്ക് നീ ആ നിന്ന വേഷമില്ലേ തോർത്ത കൊടുത്ത് അതിൽ കൊണ്ടുപോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നീ വിളിച്ചപ്പോൾ റെഡി ആയെന്നല്ലേ നീ പറഞ്ഞ? നിന്നെ ആകാശ് നോട്ട് പോയിന്റ് ആകാശ്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ റെഡി ആയെന്നു. ചെന്നപ്പോൾ മറ്റേ ജട്ടി പോലും ഇടാതെ തോർത്ത് കൊടുത്തു നീയാണ്. ശരത്തിന് വിഷമായി നമ്മൾ പൊന്മുടി പോകാത്തോണ്ട്. അതാണ് കഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെല്ലാരും. ഇവര് ഭയങ്കര വിഷമമാണ്. ഇപ്പം നമ്മൾ പൊന്മുടി പോകാൻ പറ്റാത്തതിന് വിഷമമാണ്. പിന്നെ ഞാൻ പറഞ്ഞ് ബ്രൈമൂർ പോകുന്നു. അപ്പം അവിടെയും പറ്റാതെ നമ്മൾ അൻഡുതിന്റെ വീട്ടിൽ പോവേ. പൊന്മുടി അല്ലെങ്കിൽ പോലും ഏതോ കാട്ടിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ള. അവിടെ കണ്ണാടിയാടാ, കണ്ണാടി വെക്കല്ലേ, കാണാൻ പറ്റില്ല. മുഖം കാണിക്കിട്ടേ കൈകൊണ്ട് പാവൂടാ. അജു വേണ്ട. ഉണ്ടാക്കിയാലോ ഓൾമോസ്റ്റ് വീട്ടിലുണ്ടായിരുന്നു. അജു ആണോ? അജു ഇവിടെ അജു വലിക്കുന്നു. കൊളയട്ടെ അങ്ങനെ നമ്മുടെ പൊന്മുടി വ്ളോഗ് പൊന്മുടി കാണാതെ അവസാനിച്ച്. എന്ത് ചെയ്യാൻ? സോ നമ്മളിവിടെ നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഞാൻ എൻഡ് ചെയ്യൂല. നമ്മൾ നാളെ പോവും പൊന്മുടി. ഇന്ന് നമ്മൾ കാറിൽ പോകേണ്ടാണ് ഇത്രയും പ്രശ്നം. പിന്നെ നമ്മൾ ഇറങ്ങിയ ടൈമും ഇച്ചിരി ലേറ്റായിപ്പോയി.
അതുകൊണ്ട് നമ്മൾ നാളെ പോകാൻ തീരുമാനിച്ച്. നാളെ എല്ലാവരും ഇല്ല, അജുവും ടീംസൊന്നും ഇല്ല. നാളെ പോണത് ഞാൻ, ശരത്ത്, വരയൻ, അരുൺ. ഇതൊക്കെ ഞാൻ ഇതിന് പറയണം, നിങ്ങൾ കണ്ടിട്ടോ. ഓക്കെ, ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെ എത്തി? ചുള്ളിമാരെന്തോ എത്തി. ഇതാണ് നമ്മുടെ അരുൺ, ഇത് വരയൻ, ഇത് ശരത്ത്. ഗൈസ് നമ്മളവന്മാരെ ചതിച്ച് ഗൈസ്. അവന്മാരൊരു 10-20 മിനിറ്റ് മുമ്പേ എത്തിയിട്ട് വലിപ്പിച്ചു നമ്മളാ. നമുക്ക് പൊന്മുടി പോയിട്ട് കാണാം ഗൈസ്. ഇത് ഭയങ്കര മഴ ഇവിടെ. നമ്മളിപ്പോൾ മഴയത്ത് വെക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിത് അങ്ങനെ കല്ലാറ് കഴിഞ്ഞ് വെക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുള്ളൂ, കാരണം ഞാനൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തത്. ആക്ച്വലി ഇപ്പം ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളാം. നമ്മൾ അന്ന് വന്നതിനെക്കാട്ടി കൊള്ളാനാണ് തോന്നുന്നത്. പിന്നെ ബ്ലോക്കുമില്ല, ഒട്ടുമില്ല ബ്ലോക്ക്. ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, ബൈ. എന്താണ് പറയാനുള്ളത് ശരത്തിന്? 2 കുമാരെ കൊണ്ട് വന്നു ഗൈസ്. അങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരേനും വരണം ഇതുവരെ എത്തിയിട്ടില്ല. ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ലേറ്റാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തി. ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാ? 10-16 കിലോമീറ്റർ ഉണ്ട്. മീൻസ് ഒരു 16 കിലോമീറ്റർ, ഒരു 1/4 മണിക്കൂർ ഇനി എടുക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ബൈ. അവന്മാർ വരട്ടെ. ഒരു 1/2 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഇവര് കാട്ടി കയറുന്നുണ്ടെന്നാണ് ഡൗട്ട് ഇപ്പം. അപ്പൊ നമുക്ക് അവന്മാർ എത്തിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, കണ്ട നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഗൈസ്. നോക്കിയാണ് ഇപ്പുറത്താ പോടാ. ഓക്കെയാണ് ഗൈസ്. അമ്മാര് നമ്മളിനി മോളിൽ പോയിട്ട് വരാം. ഓക്കെ, മറ്റും ഇതാണ്ടാ സാധനം. ശരിയടാ, എന്താ നീ വേണ്ട നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. നല്ല കോടയുണ്ടല്ലേ ശരത്ത്. നീ പോടാ, നീ ശരത്ത് എന്നും ഈ ഒരു സാധനമേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടെ ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചായ വന്ന് കഴിഞ്ഞാൽ നേരെ പോകും. അല്ല, നമ്മൾ അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണം കേട്ടോ നിങ്ങളെല്ലാവരും. നമ്മളപ്പോ കുറെ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. അതിനകത്ത് പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അന്യ ക്ലൈമറ്റും ഞാനിപ്പോ കൊണ്ട് തള്ളിയിടുമാരൊക്കെ. കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫുൾ കോടയാണ് ഇവിടെ. ഫുൾ കോടയാടാ. ഇതാണിപ്പോ കറന്റ് പൊന്മുടി. ആഗ്രഹമുള്ളവര് എത്രയും പെട്ടെന്ന് വരും. ഒന്നും കാണാൻ പറ്റില്ല. ഗൈസ്, നമ്മൾ മരിച്ചിട്ടില്ല, സത്യം പറഞ്ഞ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വരണം കേട്ടാ. ബൈക്ക് എടുത്തോണ്ട് കാറെടുത്തോണ്ട് വരില്ലേ. കണ്ട ഇവിടെ ഒന്നും കണ്ടിടാം. വണ്ടികൾ പറഞ്ഞ പോലെ പിന്നെ 10 അടുത്തോട്ട് എത്തുമ്പോഴാണ് കാണാൻ പറ്റണം. നൈസറായത് സത്യം പറയുന്നത്. ഇത് പൊന്മുടിയല്ല, ഇത് വേറെ എവിടെയാണ് കേട്ടാ. പണ്ടാരം മൂന്നാറടക്കി. ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ്. എന്റെ തണുപ്പില്ലേ പോടാ. ഇടക്കിടക്ക് പറയണ്ട. മെറി മിസ്സായെന്നടാ. മെറി മിസ്സായ മേളി മെറി നിൽക്കുന്നു. ഒരു സ്ഥലത്ത് വരാൻ പോലും അറിയൂടാ. ഇത് അപ്ലോഡ് ചെയ്താൽ നീ നാറും കേട്ടോ. ഞാൻ വീഡിയോ ഇടേ ചിലപ്പം വരെ വീണ് ഓരോ 17,000 കോടികളായി.
നീ സോറയ്ക്കൊക്കെ എന്താണ് നീ വീഡിയോ എടുത്ത് കൊടുക്കണം. നമുക്കിനി കുറച്ച് അങ്ങോട്ട് പോയാലോ. ഇവിടെ എൻ്റെ 2% ചാർജ് ഉള്ളൂ, അതുകൊണ്ടാണ് അധികം റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത്. സോ ചിലപ്പോൾ ഇവിടെ വെച്ചായിരുന്നു നമ്മൾ വൈകിട്ട് ബാക്കി ശരത്തിൻ്റെ വ്ളോഗ് ശരത്തിൻ്റെ വീഡിയോ എടുക്കാം. ശരത്തിൻ്റെ ഫോണിൽ സോറി. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. നമ്മളല്ല, ഞാൻ പുറത്തിറങ്ങുന്ന കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ കുറേ എഡിറ്റിംഗ് പരിപാടിയായിട്ട് നടക്കിയത്. അപ്പം അതിനുശേഷം ഇറങ്ങിയത് പൊന്മുടിയിലാണ്. പക്ഷെ അത് നൈസാണ്, നൈസ് വെർത്തായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റായി. നമുക്ക് കുറേ വന്നപ്പോൾ തന്നെ നൈസായി. വന്ന ട്രാവൽ ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ എത്തി നമുക്ക് ഇനി കുറച്ച് അകത്തോട്ട് പോകാനുണ്ട്. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ശരത്തിൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ജലദോഷമായിട്ട് നമുക്കിനി അകത്തോട്ട് വിടുക. ഓക്കെ, നമുക്ക് എണീക്കാം. വെറുതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മുട്ടിയാണ്. കുറേ ദിവസം ഇങ്ങനെ ഓടിയിട്ട് ചത്ത് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഇരിക്കാം. അന്നമ്മേനൊക്കെ മിസ് അടിച്ചു ചേട്ടാ. അപരാധിക്കാൻ വന്നേ പറയണ്ടോ? നമുക്ക് നേരെ പോവാം. നടന്നു എന്തോയി. അപ്പം നമ്മൾ ഇവിടെ ഒരു 5:45 ഇറങ്ങാറായി. അവന്മാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പം സോ ബൈ ഗൈസ്, ബൈ.